സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേ ഇപ്പോൾ ശരിയാക്കി തരാം പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് തൃശ്ശൂരിലെ സെൻറ്റ് മേരീസ് ഓട്ടോണമസ് കോളേജിലാണ്. ഇവിടെ നല്ല അടിപൊളി കോളേജാണ്, അടിപൊളി ടീച്ചേഴ്സാണ്, അടിപൊളി കുട്ടികളാണ്, ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട്. കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ റെഡിയായിരിക്കുകയാണ്, 2 ബാച്ചായിട്ട് റെഡിയായിരിക്കുകയാണ്. നമുക്കപ്പോൾ ആദ്യത്തെ ബാച്ചിൻ്റെ അടുത്തോട്ട് പോകാം. അവരുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, Hi, beautiful people. I am the sorry, Aliya. I am the sorry. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഡോണ്ട് മാഷേ, എന്റെ മാഷേ, പത്മനാഭ മാഷേ, എന്താണ് നമ്മുടെ ഉണ്ണിയുടെ സമനില തെറ്റിക്കാൻ ഞാൻ എന്തൊക്കെ പണി ചെയ്തു. അവസാനം കഞ്ചാവ് വീടിനെ കൊടുത്തു. എന്താ കഞ്ചാവ് വീട്? നീ എന്താണ് പറയുന്നേ? മാഷേ, ഞാൻ സ്ത്രീധനം ചോദിച്ച് നിങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം മാഷേ. എന്തൊക്കെയാ ചേട്ടാ ഈ പറയണേ? മാഷേ, മാഷിന്റെ മോനില്ലേ എന്റെ ഭാര്യ, അവളാണ് ഈ ട്രിക്കൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. ഓമന കുട്ടേട്ടാ, ഇന്ദുലേഖേ, നിന്നെയും ഞാൻ വഞ്ചിച്ചു. ഇന്ദുലേഖയോ? നീയാണ് ഇന്ദുലേഖ. ഒരിക്കൽ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ വഴിപിഴപ്പിച്ചു ഇന്ദുലേഖ. നീയും എന്നോട് ക്ഷമിക്കണം. എന്തൊക്കെയാ ഈ പറയണേ? മിസ് ഇന്ദുലേഖേ, കല്യാണത്തിന് മുമ്പ് നിന്നെ ഞാൻ പ്രണയിച്ചു പോയി. നിന്നെ ഞാൻ ഗർഭിണിയാക്കി. ഐ ആം സോറി. യെസ്. അപ്പോൾ സെൻറ്റ് മേരീസിലെ നല്ല സുന്ദരികളായ കുട്ടികളാണ് എന്നോടൊപ്പം ഉള്ളത്. അപ്പോൾ ഇവർ ഒരുപാട് ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. പഠിക്കാൻ മാത്രമല്ല, അപ്പോൾ കാരണം മിസ്സ് നിങ്ങളെക്കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയണമെന്ന്. പഠിക്കാൻ മാത്രമല്ല, ഒരുപാട് കഴിവുള്ള കുട്ടികളാണ്. പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിവുള്ള കുട്ടിയാണ്. നമുക്ക് ആദ്യം തന്നെ ഇദ്ദേഹത്തെ ഇങ്ങ് വിളിക്കുകയാണ്, വേദിയിലേക്ക് വരൂ. എന്താണ് പേര്? കാർത്തിക. അപ്പം നമ്മുടെ ബ്യൂട്ടിഫുൾ പീപ്പിൾസ് കൊണ്ട് തുടങ്ങാൻ പോകണം. റെഡി, ആക്ഷൻ. Hey beautiful peoples. I am the sorry Aliya, I am the sorry. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. Don't do. മാഷേ, എൻ്റെ മാഷേ, പത്മനാഭ മാഷേ, നമ്മുടെ ഉണ്ണിയുടെ സമനില തെറ്റിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്തു. അവസാനം ബീഡി വരെ കൊടുത്തു. സ്ത്രീധനം, മാഷിനെ സ്ത്രീധനം ചോദിച്ചിട്ട് ഞാൻ പീഡിപ്പിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ചോദിച്ചിട്ട് ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം മാഷേ, എന്നോട് ക്ഷമിക്കണം. ഇന്ദുലേഖേ, നീയാണ് എൻ്റെ ഇന്ദുലേഖ. ഒരു ദുർബല നിമിഷത്തിൽ നിന്നെ ഞാൻ വഴിപിഴപ്പിച്ച ഇന്ദുലേഖയാണ് നീ. മിസ് ഇന്ദുലേഖേ, ഞാൻ നിന്നെ കല്യാണത്തിന് മുന്നേ പ്രണയിച്ചിരുന്നു, ഗർഭിണിയാക്കിയിട്ടുണ്ട്. ഐ ആം സോറി അളിയ, ഐ ആം സോറി. ഓക്കെ, അടിപൊളി, സൂപ്പർ. എന്താണ് പേരെന്താണ്? ആർഷ. എവിടെയാണ് നാട്? എവിടെയാണ്? തൃശ്ശൂർ തന്നെയാണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ മൈക്രോബയോളജി 3rd ഇയർ. ഓക്കെ, റെഡി, ആക്ഷൻ. Hi beautiful people. I am this sorry Aliya, I am this sorry. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. Don't do. മാഷേ, എൻ്റെ മാഷേ, പത്മനാഭ മാഷേ, ഞാൻ നമ്മുടെ ഉണ്ണീനെ സമനില തെറ്റിക്കാൻ എന്തൊക്കെ പണി ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അവസാനം ബീഡി വരെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങളെ ഞാൻ സ്ത്രീധനം ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ചോദിച്ച് അയ്യോ, ചിരിക്കല്ലേ. ഇത് കഴിച്ചു ചിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. ഇൻട്രസ്റ്റ് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം മാഷേ. മാഷിന്റെ മോളില് എന്റെ ഭാര്യ, അവളാണ് എനിക്ക് ഈ ട്രിക്ക് പറഞ്ഞു തന്നത്. ഇന്ദുലേഖ, നീയാണ് എൻ്റെ ഇന്ദുലേഖ.
നിന്നെ ഞാൻ ഒരു ദുർബല നിമിഷത്തിൽ ഗർഭിണിയാക്കിയിട്ടുണ്ട്. തുറന്നു പറയാലോ, ഞാനൊരു സ്ത്രീലമ്പടനാ. നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അങ്ങനൊക്കെ കയ്യിൽ നിന്നൊക്കെ ഇടുകയാണ്, ആ കുഴപ്പമില്ല, പോട്ടെ. ഒന്നും അറിയാത്ത പച്ച പാവങ്ങള്. മിസ് ഇന്ദുലേക്ക്, നിന്നെ ഞാൻ കല്യാണത്തിന് മുന്നേ പ്രണയിച്ചിട്ടുണ്ട്, ഗർഭിണിയാക്കിയിട്ടുണ്ട്. ഐ ആം ദിസ് സോറി. അടിപൊളി കേട്ടോ. എന്റെ മുന്തിരി കള്ളേ. കൈയെടുത്ത് പ്രോത്സാഹിപ്പിച്ച് വിടുക. എന്താണ് മോളുടെ പേര്? അനുപമ. എവിടെയാണ്? നാട് എവിടെ? പാലക്കാട്. ഇവിടെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫസ്റ്റ് ഇയർ BA എക്കണോമിക്സ്. പാലക്കാടാണോ അപ്പോൾ ഏറ്റവും കൂടുതൽ ചൂട് ഇവിടെയാണോ? പാലക്കാടാണ്. എടി ജാനമ്മോ, ആ അടുക്കള തീ ഒന്ന് കുറയ്ക്കാൻ മേലായോ? പണ്ടടങ്ങാൻ മനുഷ്യൻ ചുട്ടുപൊള്ളിട്ട് ഇരിക്കാൻ മേല. ഓ എന്നാ റെഡി, ആക്ഷൻ. Hey beautiful ladies. സ്മാർട്ട് ബോയ്. Hey beautiful peoples. I am the sorry അളിയ. I am the sorry. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല. എന്ത്? ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. പത്മനാഭൻ മാഷേ നമ്മുടെ ഉണ്ണിയെ ഞാൻ വഞ്ചിച്ചു. നമ്മുടെ ഉണ്ണിയെ നമ്മുടെ ഉണ്ണിയെ ഞാൻ വഴിപിടിപ്പിച്ചു. എന്റെ അച്ഛന്റെ കൂടെ നടന്ന് ഈ കുടുംബം നശിപ്പിക്കാൻ നോക്കല്ലേ. റിക്വസ്റ്റ്. നിന്റെ അച്ഛന്റെ കൂട്ടുകൂടി എന്റെ കുടുംബമാണ് നശിച്ചത്. എന്റെ ഭാര്യയുടെ കെട്ടുതാലി വരെ വിറ്റിയാക്കി വെള്ളം പഠിച്ചു കൊടുത്തിട്ടുണ്ട്. നിനക്കറിയോ, എന്നെ ഇപ്പൊ എന്റെ ഭാര്യ വീട്ടിൽ കേട്ടല്ല, ഞാനിപ്പോ ചന്ദ്രന്റെ ഭാര്യയുടെ കൂടെയാണ്. നമ്മുടെ ഉണ്ണിക്ക് നമ്മള് സിഗരറ്റ് മേടിച്ചു കൊടുത്തു. സിഗരറ്റാ? അതൊക്കെ എപ്പം ചെയ്ത്? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എനിക്കൊരു സിഗരറ്റ് തരുമോ? എന്താ ബാപ്പു ചേട്ടോട് ഇങ്ങോട്ട് തരിക. അല്ലെങ്കിൽ വേണ്ട, ആരെങ്കിലും കണ്ടാ കുഴപ്പാ. കക്കൂസിൽ വെച്ചാവാ പ്രയോഗം. ഈ ട്രിക്ക് ഫുള്ള് പറഞ്ഞത് എന്റെ ഭാര്യ ഇന്ദുലേഖയാണ്. ഇന്ദുലേഖ, നീയാണ് എന്റെ ഭാര്യ. ഇന്ദുലേഖ, നിന്നെ ഞാൻ വഴിപിഴപ്പിച്ചു. ഇന്ദുലേഖ, നീയും എന്നോട് ക്ഷമിക്കണം. ഒരു ദുർബല നിമിഷത്തിൽ നിന്നെ ഞാൻ വഴിപിഴപ്പിച്ചു. 2 പ്രാവശ്യമായിപ്പോ. ഒരു മര്യാദയൊക്കെ ഇല്ലേ? ഒരു മര്യാദ വേണ്ടേ? പറഞ്ഞു പറ്റിച്ച് കല്യാണം കഴിപ്പിച്ചു. അതെപ്പോ കല്യാണം കഴിപ്പിച്ചു? ഒരു മണിയറക്കള്ളൻ. ഐ ആം ദി സോറി ഇന്ദുലേഖ. ഐ ആം ദി സോറി. കേട്ടോ. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ. യെസ്. അപ്പൊ അടുത്തത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വിദ്യാർത്ഥി തന്നെ വിളിക്കാൻ വരും. യെസ്. എന്താണ് പേര്? അനയ. എവിടെയാണ്? റെഡി, ആക്ഷൻ. Hi beautiful people. I am the sorry അളിയ. I am the sorry. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. മാഷേ, എന്റെ മാഷേ, പത്മനാഭ മാഷേ, നമ്മുടെ ഉണ്ണിയുടെ സമനില തെറ്റിക്കാൻ ഞാൻ എന്തൊക്കെ പണി ചെയ്തു. അവസാനം വീഡിയോ വരെ കൊടുത്തു. മൈ നെയിം ഈസ് ഉണ്ണി. ഉണ്ണികൃഷ്ണന്റെ ഉണ്ണി, ഉണ്ണിയേശുവിന്റെ ഉണ്ണി. മനസ്സിലായില്ലേ? ദിവ്യ ഉണ്ണിയുടെ ഉണ്ണി. ഓ, മൊട്ടയുടെ ഉണ്ണി. ഉണ്ണി. ഞാൻ മാഷിൽ നിന്ന് സ്ത്രീധനം വാങ്ങിച്ച് പീഡിപ്പിച്ചിട്ടുണ്ട്. മാഷിനെയും പീഡിപ്പിച്ച പുള്ളി. മാഷിനെ സ്ത്രീധനം മേടിച്ച് പീഡിപ്പിച്ചിട്ടുണ്ട്. പിന്നെ താങ്കളുടെ തരികിടതും തേ കിടക്കണു. എന്റെ പൊന്നോ, നോക്കണ നോട്ടം കണ്ടില്ലേ അമ്മായി? ഈ അമ്മാവൻ ചീത്തയാ, കള്ളനാ, കശ്മല്ല, പീഡനാമാവൻ. ഇന്ദുലേഖ, എന്റെ ഇന്ദുലേഖ, നീയാണ് എന്റെ ഇന്ദുലേഖ. ഒരിക്കൽ ഒരു ദുർബല നിമിഷത്തെ ഞാൻ വഴിപിഴപ്പിച്ച ഇന്ദുലേഖ. മിസ് ഇന്ദുലേഖ, കല്യാണത്തിന് മുന്നേ നിന്നെ ഞാൻ പ്രണയിച്ചിരുന്നു. നിന്നെ ഞാൻ ഗർഭിണിയാക്കി. ഐ ആം സോറി. അടിപൊളി. താങ്ക് യു. സത്യസന്ധത. നോ, സിൻസിയറിറ്റി. കം ഓൺ. സ്നേഹം വരും. സ്നേഹയ്ക്ക് ഒരു എന്താണ് മാസ് ബിൽഡപ്പാണ് തന്നിരിക്കുന്നത്. എവിടെ? നാടെവിടെയാണ്? ഇവിടെ തൃശ്ശൂർ. റെഡി, ആക്ഷൻ.
ഹൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഹലോ, ടെസ്റ്റിംഗ്. ഇതൊക്കെയാണല്ലോ. ഇത് ഏത് ഭാഷ? ഐ എം ദി സോറി അളിയ, ഐ എം ദി സോറി. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഡോണ്ട്. മാഷേ, എൻ്റെ മാഷേ, എൻ്റെ പത്മനാഭൻ മാഷേ. സതീർത്യോ സതീർത്യോ സതീർത്യോ. നമ്മുടെ ഉണ്ണിയുടെ സമനില തെറ്റിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ബീഡി വരെ കൊടുത്തു. സ്ത്രീധനം ചോദിച്ച് ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ചോദിച്ച് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ക്ഷമിക്കണം മാഷേ. മാഷിന്റെ മോളില്ലേ എന്റെ ഭാര്യ, അവളാണ് എനിക്ക് ഈ ട്രിക്കൊക്കെ പറഞ്ഞു തന്നത്. ഇന്ദുലേഖ, നീയാണ് എന്റെ ഇന്ദുലേഖ. ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ വഴിപിഴപ്പിച്ച ഇന്ദുലേഖ. ഈ കിഷ്കിന്താപുരി ഏത് ബാലയിലാന്ന് പറയാമോ? കിഷ്കിന്താപുരി. മിസ് ഇന്ദുലേഖ, കല്യാണത്തിന് മുമ്പ് ഞാൻ നിന്നെ പ്രണയിച്ചു, ഗർഭിണിയാക്കി. നല്ല തമാശക്കാരനാണല്ലേ. നിങ്ങൾ ഹരം കൊള്ളിക്കുമല്ലേ? അല്ല, അതിപ്പോ ഐ ആം ദി സോറി. ഓക്കെ, താങ്ക് യു. അടിപൊളി, സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു? എനിക്കിഷ്ടായി. അവർക്കിഷ്ടാവോ എന്തോ. യെസ്, നമുക്ക് അടുത്തതായിട്ട് വിളിക്കാം. വരൂ, പേരെന്താണ്? അപർണ. അപർണ അന്നേരം മുതൽ, ആദ്യം മുതൽ വിളിക്കണം എന്നുള്ള ആഗ്രഹത്താൽ നിന്നതാണ്, ആണോ? അല്ലേ? അപർണ എവിടെയാണ് നാട്? തൃശ്ശൂർ തിരുവല്ലാമല. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? BBA തേർഡ് ഇയർ. ഓക്കെ, അപ്പോൾ റെഡി, ആക്ഷൻ. ഹൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ കരഞ്ഞു പോന്നെയാണോ? ഇപ്പോഴത്തെ അവസ്ഥയെ കരഞ്ഞു പോയത് കേട്ടോ ആള്. മോനെ അപ്പൂ, വാസുവേട്ടനാ കളാ കൊണ്ടുപോയി മോനെ. എനിക്കിനി ആരുമില്ലടാ. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. ഐ ആം ദി സോറി അളിയ, ഐ ആം ദി സോറി. ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഡോണ്ടു. മാഷേ, എന്റെ മാഷേ. മാഷിനെയൊക്കെ ഇച്ചിരി നടന്നു വിളിക്കാം. മാഷിനെ വിളി. മാഷേ, എന്റെ മാഷേ, എന്റെ പത്മനാഭൻ മാഷേ. മോളെ, എന്നെ ശ്രദ്ധിക്കുക, ഞാൻ കാണിച്ചു തരാം. കണ്ടോ? മടലടുകവും പൂത്ത ഉലഞ്ഞിട മടലും നിന്റെ വേണുനാഗവെള്ളിയും തോർത്തിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഉണ്ണിയുടെ സമനില തെറ്റിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്തു അറിയോ മാഷേ? അവസാനം ബീഡി വരെ കൊടുത്തു മാഷേ. ബീഡി ഇത്രയുള്ള ബീഡി വരെ കൊടുത്തു. എടാ, ആമ എത്ര ഉണ്ടായിരുന്നു? എത്ര 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 ശരിക്കും ആമ എത്ര ഉണ്ടായിരുന്നു? എത്ര ഉണ്ടായിരുന്നു? ഞാൻ സ്ത്രീധനം ചോദിച്ചു മാഷിനെ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ പതുക്കെയാണ് പറയുന്നത്. ഓക്കെ, പോട്ടെ. ഇൻട്രസ്റ്റ് ചോദിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഐ ആം ദി സോറി മാഷേ. മാഷിന്റെ മോളില്ലേ എന്റെ ഭാര്യ, അവളാണ് എനിക്ക് ഈ ട്രിക്കൊക്കെ പറഞ്ഞു തന്നത്. ഇന്ദുലേഖേ, എന്റെ ഇന്ദുലേഖേ, അടിപൊളി. നീയാണ് എന്റെ ഇന്ദുലേഖ. നിന്നെയും ഞാൻ വഞ്ചിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ വഴിപിഴച്ചു പോയ എന്റെ ഇന്ദുലേഖ. സ്വന്തമായിട്ട് വഴി കഴിച്ചു പോയോ? ഫുള്ളായിട്ട് നോർമൽ അല്ലല്ലേ? മിസ് ഇന്ദുലേഖേ, കല്യാണത്തിന് മുമ്പ് ഞാൻ നിന്നെ പ്രണയിച്ചിട്ടുണ്ട്, നിന്നെ ഗർഭിണിയാക്കിയിട്ടുണ്ട്. ഐ ആം ദി സോറി, ഐ ആം ദി സോറി. അടിപൊളി, സൂപ്പറായിരുന്നു. നല്ല ആക്ടിങ് ആയിരുന്നു. തീർന്നല്ല നിന്റെ അഹങ്കാരം. എനിക്കിനി സ്വൈരോട്ടൊന്ന് കിടന്നുറങ്ങണം. ഈശ്വരന്മാരെ രക്ഷിക്കണേ. എന്താ മോളുടെ പേര്? എൻ്റെ പേര് അർച്ചന. അർച്ചന. എവിടെ നാട്? നാട് വാടാനപ്പള്ളി. വാടാനപ്പള്ളി. ഓക്കെ, ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഇവിടെ ബിവോക് സോഫ്റ്റ്വെയർ. ഓക്കെ, എന്നാ ശരി, ആക്ടിങ്ങിൽ പോകാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഹേ ബ്യൂട്ടിഫുൾ പീപ്പിൾ, ഐ ആം ദി സോറി അളിയ, ഐ ആം ദി സോറി. ഡോണ്ട് ഡു. മാഷേ, എൻ്റെ മാഷേ, എൻ്റെ പത്മനാഭൻ മാഷേ, നമ്മുടെ ഉണ്ണീനെ സമനില തെറ്റിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നറിയോ? അവസാനം ബീഡി വരെ കൊടുത്തു. മാഷേ, സ്ത്രീധനം ചോദിച്ച് ഞാൻ മാഷിനെ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം. മാഷിന്റെ മോളില്ലേ ഇന്ദുലേഖ, അവളാണ് എനിക്ക് ഈ ട്രിക്കൊക്കെ പറഞ്ഞു തന്നത്. ഇന്ദുലേഖേ, എൻ്റെ ഇന്ദുലേഖേ, നിന്നെ ഞാൻ വഞ്ചിച്ചു. എന്നോട് ക്ഷമിക്കണം. ഒരു ദുർബല നിമിഷത്തിൽ
നിന്നെ ഞാൻ വഴിപിഴപ്പിച്ചു. നീ എന്നോട് ക്ഷമിക്കണം. കല്യാണത്തിന് മുൻപ് നിന്നെ ഞാൻ പ്രണയിച്ചിരുന്നു. നിന്നെ ഗർഭിണിയാക്കിയിരുന്നു. ഐ ആം സോറി. അടിപൊളി, സൂപ്പർ. ഈ ആള് കൊള്ളാമല്ലോ. എന്താ പേര്? നിയാലാൽ. 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 ഓക്കെ, നൈസ് നെയിം. എവിടെ, നാട് എവിടെയാണ്? ഇവിടെ ചാലക്കുടി. ചാലക്കുടി. ഏത് ക്ലാസ്സിൽ ഇവിടെ പഠിക്കുന്നു? ഞാൻ 3rd ഇയർ മൈക്രോബയോളജി. ആക്ഷൻ. ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഐ എം ദി സോറി അലിയ. ഐ എം ദി സോറി. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. മാഷേ, എൻ്റെ മാഷേ, പത്മനാഭ മാഷേ, നമ്മുടെ ഉണ്ണീനെ സമനില തെറ്റിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്തു. അവസാനം ബീഡി വരെ കൊടുത്തു. മാഷേ, മാഷിന് ശ്രീധനം ചോദിച്ച് ഞാൻ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. മാഷിന്റെ മോളില്ലേ, അവളാണ് ഈ ട്രിക്കൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. ഇന്ദുലേഖ, നിന്നെയും ഞാൻ വഞ്ചിച്ചു. നീയാണ് എൻ്റെ ഇന്ദുലേഖ. ഒരിക്കലും ഒരു ദുർബല നിമിഷത്തിൽ നിന്നെ ഞാൻ വഞ്ചിച്ചല്ല, വഴിയൊഴിപ്പിച്ചു. ഉദാഹരണത്തിന് ഇവന്റെ ഭാര്യയോട് ഒരുത്തിന് പ്രേമുണ്ട്, അവൾക്കും ചെറിയൊരു ഇഷ്ടമുണ്ട്. താൻ വൃത്തികൾ പറയരുത്. പൊന്നെ ഉദാഹരണല്ലേ പറയണേ. മിസ് ഇന്ദുലേഖ, കല്യാണത്തിന് മുമ്പ് ഞാൻ നിന്നെ പ്രണയിച്ചു, നിന്നെ ഗർഭിണിയാക്കി. ഐ എം സോറി അളിയ. അടിപൊളി. നീ വിജയിക്കും, എവിടെ ചെന്നാലും വിജയിക്കും. ഇനി വരുന്നു കൃഷ്ണജ. അതെങ്ങനെ ഉണ്ടായിരുന്നത് വിളിച്ചത്? ഓക്കെ, കൃഷ്ണജ. പിന്നെ എവിടെ, നാട് എവിടെയാണ്? ഒളരിയില്ല. അപ്പം മറ്റേ ഒളരിയിലെ ഇതറിയാലോ, ഒളരിയിലെ മുരളി കളരി പിടിച്ച കാര്യം ഒന്ന് പറഞ്ഞേ. ഒളരിയിലെ മുരളി. ഓക്കെ, വെരി ഗുഡ്. മതി മതി, ഞാൻ തോറ്റു. എന്റെ ജീവിതം ധന്യമായി വാസുട്ട. റെഡി, ആക്ഷൻ. Hey beautiful peoples. I am the sorry അളിയ. I am the sorry. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. മാഷേ, എൻ്റെ മാഷേ, എൻ്റെ പത്മനാഭ മാഷേ. പത്മനാഭ മാഷിന്റെ അടുത്ത് കരയുകയാണോ ചെയ്തത്? പല സൈസ് വട്ടും കണ്ടിട്ടുണ്ട്, ഇതുപോലെ കുഴപ്പം പിടിച്ചൊരു വട്ട് ഞാൻ ആദ്യമായിട്ട് കാണുവാ. നമ്മുടെ ഉണ്ണീനെ വഴിതെറ്റിക്കാൻ എന്തൊക്കെ പഠിച്ചെന്നറിയോ? എന്തൊക്കെ ചെയ്ത്? അവസാനം വീഡിയോ വരെ കൊടുത്തു. മാഷിനെ ശ്രീധരൻ ചോദിച്ചു ഞാൻ കുറെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് വെച്ച് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. സോറി. സോറി സാറേ, സോറി സാറേ, സോറി സാറേ, സോറി സാറേ, തേരോട്ടം. ഇന്ദുലേഖ, നിന്നെ ഞാൻ വഞ്ചിച്ചു. മിസ്, നീയാണ് എൻ്റെ ഇന്ദുലേഖ. ഒരു ദുർബല നിമിഷത്തിൽ നിന്നെയും ഞാൻ വഴിപിഴപ്പിച്ചു. കല്യാണത്തിന് മുന്നേ നിന്നെ ഞാൻ പ്രണയിച്ചിട്ടുണ്ട്, പിന്നെ നിന്നെ ഞാൻ ഗർഭിണിയാക്കി. വിവാഹത്തിന് മുൻപ് 7 പെണ്ണുങ്ങളെ ഞാൻ പ്രേമിച്ചിട്ടുണ്ട്. ഐ ആം സോറി. അടിപൊളി. അടുത്തതായിട്ട് നമുക്ക് വിളിക്കാം അനീറ്റ. അനീറ്റ, എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. സ്ക്രിപ്റ്റ് ആലോചിച്ചോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നില്ല, ഇല്ലേ? എവിടെ, നാട് എവിടെയാണ്? തൃശ്ശൂർ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? BBA ഫൈനൽ ഇയർ. റെഡി, ആക്ഷൻ. Hey beautiful people. എന്റെ പെരുവയിലേക്കിട്ട് പോണല്ലേ സാധനം സതീർത്തിയോ. Hey beautiful people. I am the sorry അലിയ. I am the sorry. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. Don't do. മാഷേ, എൻ്റെ മാഷേ, പത്മനാഭ മാഷേ, നമ്മുടെ ഉണ്ണിയുടെ സമനില തെറ്റിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നറിയോ? അവസാനം ബീഡി വരെ ഞാൻ കൊടുത്തു. സ്ത്രീധനം ചോദിച്ച് ഞാൻ പീഡിപ്പിച്ചിട്ടുണ്ട്. ആരെയാ? മാഷിനെ. അത് പറയണോ? എന്റെ വേട്ടക്കൊരു മകനെ നീ രക്ഷിച്ചു. ഇൻട്രസ്റ്റ് ചോദിച്ച് ഞാൻ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം മാഷേ. മാഷിനറിയോ, മാഷിൻ്റെ മോളില്ലേ എൻ്റെ ഭാര്യ, അവളാണ് ഈ ട്രിക്കൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. ഇന്ദുലേഖ, നിന്നെയും ഞാൻ വഞ്ചിച്ചിട്ടുണ്ട്. ഒരു ദുർബല നിമിഷത്തിൽ നിന്നെയും ഞാൻ വഴിപിഴപ്പിച്ചു. കാമാന്തക, കാമപ്രാന്ത, കാമരാക്ഷസ, കാമപിശാച, കാമരാജ യൂണിവേഴ്സിറ്റി അണ്ടകടാക. കല്യാണത്തിന് മുൻപ് ഞാൻ നിന്നെ പ്രണയിച്ചിരുന്നു, നിന്നെ ഞാൻ ഗർഭിണിയാക്കി. ഐ ആം സോറി. ഓക്കെ, കൊള്ളാം, സൂപ്പർ.
എല്ലാറ്റിലും മുൻപന്തിയിലാ. പഠിപ്പിലും നൃത്തത്തിലും സംഗീതത്തിലും ഒക്കെ. യെസ്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് അലീന. അലീന ഇവിടെ പാട്ട് മാത്രമല്ല നമുക്കൊരു ഡാൻസ് കൂടി നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും ഇല്ലേ? ആ ശരി. അപ്പോൾ പിന്നെ എവിടെ നാട് എവിടെയാണ്? വീരൻ. ഇവിടെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആക്ഷൻ. Hi, beautiful people. I am this so really. I am sorry. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. Don't do. മാഷേ, എന്റെ മാഷേ, എന്റെ പത്മനാഭ മാഷേ. എന്തോ ഇത് നമ്മുടെ ഉണ്ണീനെ ഞാൻ സമനില തെറ്റിക്കാൻ എന്തൊക്കെ ചെയ്തു. അവസാനം ബീഡി വരെ കൊടുത്തു. സ്ത്രീധനത്തിന്റെ പേരിൽ ഞാൻ മാഷിനെ പീഡിപ്പിച്ചിട്ടുണ്ട്. എന്തിലേക്ക്? നീയാണ് എന്റെ ഇന്ദുലേഖ. കല്യാണത്തിന് മുൻപ് ഞാൻ വഴി പിഴപ്പിച്ച എന്റെ ഇന്ദുലേഖ. ദുർബല നിമിഷത്തിൽ ഞാൻ നിന്നെ വഴി പിഴപ്പിച്ചിട്ടുണ്ട്. നീയും എന്നോട് ക്ഷമിക്കുന്നു. കല്യാണത്തിന് മുന്നേ ഞാൻ നിന്നെ പ്രണയിച്ചിട്ടുണ്ട്, ഗർഭിണിയാക്കിയിട്ടുണ്ട്. ഐ ആം ദിസ് സോ. താങ്ക് യു. അടിപൊളി. ഹലോ, റിച്ചാർഡ്സ് ഹോസ്പിറ്റൽ. വേഗം ഹൈ റേഞ്ച് ക്ലബിലേക്ക് ഒരു ആംബുലൻസ് അയക്കണം. ഒരു ശവം കൊണ്ടുപോകാനുണ്ട്. യെസ്. ഇനി നമുക്ക് ഇതിനുള്ള പ്രൈസുകൾ കൊടുക്കാം. കാരണം ഇതിപ്പോൾ എങ്ങനെ അത് ഫസ്റ്റ് സെക്കൻഡ് ഒന്നും നമ്മൾ പറയുന്നില്ല. കാരണം ഞാൻ ഓരോരുത്തരെ വിളിച്ച് കൊടുക്കുകയാണ്. കാരണം എല്ലാവരും അതിമനോഹരമായി തന്നെ പെർഫോം ചെയ്തു. അപ്പം ആദ്യമായി ഞാൻ വിളിക്കുന്നു അർച്ചന. അർച്ചന നമ്മുടെ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു കിരീടം ഇരിക്കട്ടെ. അവരുടെ തന്നെ ഗ്ലോബലിൻ്റെ തന്നെ ഒരു 25,000 ഗിഫ്റ്റ് വൗച്ചറാണിത്. ഒരു ബ്യൂട്ടിഫുൾ ബാഗ് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക. ഇനി നമുക്ക് വിളിക്കാം അപർണ. അപർണ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഒരു തൊപ്പി. അവരുടെ തന്നെ 25,000 ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. പിന്നെ ഇത് ഫ്രൂട്ടോജൻ നാച്ചുറൽ ഗ്രേപ്പ് ജ്യൂസാണ്. ഇതിനകത്ത് ജ്യൂസ് മാത്രമല്ല അതിൻ്റെ പീസസും ഉണ്ട്. വിശപ്പും അടക്കം ദാഹവും വളരെ നാച്ചുറൽ സാധനമാണ് കേട്ടോ. കൺഗ്രാറ്റ്സ്. യെസ്. ഇനി നമുക്ക് വിളിക്കാം അനയ. വളരെ മനോഹരമായിരുന്നു. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ ഒരു കിരീടം. പിന്നെ ഗ്ലോബലിൻ്റെ തന്നെ 25,000 ഗിഫ്റ്റ് വൗച്ചറാണ്. ഇനി നമ്മുടെ ഫ്രൂട്ടോജൻ്റെ നാച്ചുറൽ ഗ്രേപ്പ് ജ്യൂസാണ്. ഇതിനകത്ത് ജ്യൂസും അതുമാത്രമല്ല അതിൻ്റെ പീസസൊക്കെ ഉണ്ട്. വളരെ രസകരമായിട്ട് നമുക്ക് കുടിക്കാം. ഫ്രണ്ട്സിനെ കൊടുക്കണം കേട്ടോ. ഓക്കെ, കൺഗ്രാറ്റ്സ്. അടുത്തതായിട്ട് വിളിക്കുന്നു സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം. ആരാണ് സ്നേഹ? സ്നേഹയ്ക്ക് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഒരു കിരീടം. അവരുടെ തന്നെ 25,000 ഒരു ഗിഫ്റ്റ് വൗച്ചർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ഹോം മെയ്ഡ് ബ്രാൻഡായ മരിയാസ് നാച്ചുറൽസിൻ്റെ ഒരു ഹാൻഡ്ബാഗ് സാധനം. ഓക്കെ. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ കിരീടം. 25,000 ഒരു ഗിഫ്റ്റ് വൗച്ചർ. പിന്നെ വെൽവെറ്റ് ബീൻ്റെ ഒരു ബ്യൂട്ടി പ്രോഡക്റ്റാണിത്. ആയുർവേദിക് ബ്യൂട്ടി പ്രോഡക്റ്റാണ്. കൺഗ്രാറ്റ്സ്. അടുത്ത് നമുക്ക് വിളിക്കാം അനീറ്റ. അനീറ്റ, നിങ്ങളുടെ സൗന്ദര്യത്തിനുള്ള പ്രൊഫഷണൽ കെയർ സാധനമാണ്. വെൽവെറ്റ് ബീൻ്റെ ഒരു പ്രോഡക്റ്റാണ്, ആയുർവേദിക് പ്രോഡക്റ്റാണ്. പിന്നെ നമ്മുടെ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ക്യാപ്പ്. 25,000 ഒരു ഗിഫ്റ്റ് വൗച്ചർ. മുഖത്തിടാനുള്ളതല്ല, തലയിലിടാനുള്ള കേട്ടോ. ഓക്കെ, കൺഗ്രാറ്റ്സ്. യെസ്. ഇനി നമുക്ക് വിളിക്കാം സെക്കൻഡ് ലാസ്റ്റ് വിളിക്കുകയാണ് കാർത്തിക. അപ്പം ലാ ക്രിസ്പോ നൽകുന്ന ഒരു സ്നാക്ക് ബോക്സാണിത്. ഹെബ്രോൺ ഗ്രൂപ്പിൻ്റെ വകയാണ്. കൺഗ്രാറ്റ്സ്. ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കും. അടുത്ത ഇനി ഒരേ ഒരാളും കൂടിയേ ഉള്ളൂ. അയാൾക്കാണ് ഇനി ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അനുപമ. ആരാണ്? യെസ്. അനുപമ ഭയങ്കര രസകരമായിട്ട് നമ്മളെ കുറേ ചിരിപ്പിച്ച ആളാണ്. ലാ ക്രിസ്പോയുടെ വക ഒരു നല്ല സ്നാക്ക് ബോക്സാണ്.
ഹെബ്രോൺ ഗ്രൂപ്പിൻ്റെയാണ് ഇത്, കമ്മിങ് ഫ്രം ഹെബ്രോൺ ഗ്രൂപ്പ്. കൺഗ്രാറ്റ്സ്. യെസ്. അപ്പോൾ സെൻറ്റ് മേരീസ് ഓട്ടോണമസ് കോളേജ് തൃശ്ശൂരിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസവും ഈ ദിവസമൊക്കെ നമ്മളിവിടെ തന്നെയായിരുന്നു. വളരെ മനോഹരമായ കുട്ടികളായിരുന്നു. അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ലിറ്ററലി അവർ ഒരുപാട് കഴിവുള്ള കുട്ടികളാണ്. പഠിക്കുക മാത്രമല്ല, അവർ പാട്ട്, ഡാൻസ് കളിക്കാൻ നമുക്കിപ്പം സമയം ഒരുപാട് ഇവരുടെ കണ്ടൻറ്റ് നമുക്ക് കിട്ടിയതുകൊണ്ട് ഡാൻസ് കളിപ്പിക്കാത്തതാണ്. ഇനിയും ഇവരുടെ പല കഴിവുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇനിയും വരണമെന്നാണ് ഇവർ പറയുന്നത്. സോ നമുക്ക് ഇപ്പം ടൈം കൂടുതലായതുകൊണ്ട് തൽക്കാലം ഇവിടെ നമ്മൾ വിട പറയുകയാണ്. ഗുഡ് ബൈ.